ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കണ്ണിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ട് ചുമന്ന് കണ്ണ് നിറച്ചിങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. രാത്രി കിടക്കുന്നതിന് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. പിന്നെ രാവിലെ കിച്ചണിനകത്ത് എഴുന്നേറ്റ് വരുമ്പം നമ്മുടെ ഈ പ്ലാന്റ്സിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മധുരക്കിഴങ്ങ് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയോളമായി. ഇത് കണ്ടോ, ഇത് ഇത്രയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് വേരൊക്കെ ഇറങ്ങി പുതിയൊരു കിളിർപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനിതിങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴേ എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഇളയ മോനെ എന്നോട് ചോദിക്കുന്നത് എന്നാണെന്നറിയോ, മമ്മി എന്താ കിച്ചൺ മൊത്തം കാടാക്കാനുള്ള പരിപാടിയാണോ എന്ന്. അവർക്കറിയാം ഞാനിങ്ങനെ പല സ്ഥലത്ത് മണി പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാട്ടോ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സേമിയ കൊണ്ടുള്ള ഉപ്പുമാവാട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ അധികം പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. ക്യാപ്സിക്കവും കുറച്ച് ബീൻസും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ട് എല്ലാം ഒന്ന് വരട്ടിയെടുക്കുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ നമ്മുടെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ സേമിയ ആണെങ്കിലും ഞാൻ ഇതേ രീതിയിലുള്ള തീരെ കനം കുറഞ്ഞ സേമിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് സേമിയൊന്നും അല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് വറുത്ത് അങ്ങനെ തന്നെ ഇടാം. ഞാൻ പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് തന്നെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഉപ്പുമാവ് എന്ന് പറയുന്നത് ഒരു സെമി സോളിഡ് ആട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണ ഒരു ഉപ്പുമാവ് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ ഒരു ഉപ്പുമാവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനാകുമ്പോൾ പെട്ടെന്ന് കറിയും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടോ. കണ്ണിൻ്റെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ആകെ ഒരു ടെൻഷനായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. എന്തായാലും ഡോക്ടറെ കണ്ടു, ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡ്രോപ്സ് ഒഴിക്കാൻ തന്നു. അത് ഒഴിച്ചോടുകൂടി ഓക്കെ ആയിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ.